ഹലോ, അപ്പൊ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിൽ സാധനം ചെയ്യാണ്. നമ്മളിന്ന് വന്നിട്ടുള്ള വരിസ് എന്ന വിജയുടെ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ വിജയ ആരാധകർ ഏറെ നാൾ കാത്തിരിക്കുന്ന ചിത്രം വരിസിന്റെ ട്രെയിലറിൽ വന്നെത്തിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ട്രെയിലറൊക്കെ കണ്ടിട്ട് എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ അതിന് നിനക്ക് വരിസിന്റെ ട്രെയിലർ ഒന്ന് കാണാം. അപ്പൊ വാ. வீடுங்கிறது வெறும் கல்லு மண்ணு தாண்டா. குடும்பம் அப்படியா? கிரேட் சார். இந்த காலத்துல கூட ஒரு ஜாயிண்ட் ஃபேமிலியா இருக்கிறது ஒரு ரேர் சைட். இன்ட்ரெஸ்டிங்கான விஷயம் என்னன்னா, நீங்க உங்க 2 பசங்களை தான் ஃபேமிலின்னு இன்ட்ரடியூஸ் பண்ணீங்க. கடைசி பையனை பத்தி ஒரு வார்த்தை கூட பேசவே இல்லையே. எங்கடா இருக்க நீ? மா, எல்லா இடமும் நம்ம இடம்தான். இன் பிஸ்னஸ் ஆல்வேஸ் பி அலர்ட். நல்ல வேட்டைக்காரனுக்கு கண்ணில் மண் விழுந்தாலும் கண்ணு திறந்தே தான் இருக்கணும். வேடனுக்கு வேட்டை தொழில். போய் அப்பங்கிட்ட சொல்லு, இந்த சீட்டோட ஹீட் என்னன்னு இனிமேதான் பார்க்க போறேன். பவர் சீட்ல இருக்காது சார், அதுல வந்து ஒருத்தன் உட்கார்றான்ல அவன்கிட்ட தான் இருக்கும் நம்ம பவர். அந்த ரகம். காதல் சில பேருக்கு பூ மாதிரி, அது ஒரு முறை உதிர்ந்துட்டா மறுபடியும் எடுத்து ஒட்ட வைக்க முடியாதுப்பா. அதெல்லாம் கம்மி போட்டு ஓட்டிக்கலாம்ப்பா. இனிமேல அடி மேல அடி மேல அடி மேல அடி மேல அடி விழுந்துட்டே இருக்கும். இந்த வீடு என் கண் முன்னாடியே உடைஞ்சிட்டு இருக்கு. நீ என்ன தாண்டி எங்கேயோ போயிட்டடா. மாமே, அன்போ அடியோ எனக்கு கொடுக்கும் போது கொஞ்சம் யோசிச்சு கொடுக்கணும். ஏன் சொல்லு? நீ எதை கொடுத்தாலும் அதை நான் ட்ரிபிளா திருப்பி கொடுப்பேன். உனக்கு தெரியாதுல்ல? கிரவுண்ட் மொத்தம் ஆளுங்க இருக்கலாம், ஆனா ஆடியன்ஸ் எல்லாரும் ஒருத்தரை மட்டும் தான் பார்ப்பாங்க. கேள்விப்பட்டிருக்கியா? ஆட்ட நாயகன். குடும்பம்னா குறை இருக்கும் தான், ஆனா நமக்குன்னு இருக்கிறது ஒரே ஒரு குடும்பம் தான். അങ്ങനെ വയസ്സിന്റെ ട്രെയിലർ ഏകദേശം 2.5 മിനിറ്റോളമാണ് ട്രെയിലറൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഈ ചിത്രത്തിൽ എന്തെങ്കിലും പാസം, എന്തെങ്കിലും പായസം പോലെ വിളമ്പുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഒരുപാട് പാസമുണ്ട്. അമ്മ പാസം, അപ്പ പാസം, ബ്രദർ പാസം, അതുപോലെ തന്നെ പ്രണയം കാര്യങ്ങളൊക്കെ ഒരുപാട് പാസങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എന്തായാലും എനിക്കൊരു സീരിയൽ മേക്കിംഗ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ഇതിന്റെ മൊത്തം തോന്നലായിരിക്കാം. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു ട്രെയിലർ ഒരു ഓഡിറ്ററി ഇല്ല. ആദ്യം തന്നെ നമുക്ക് എന്തായാലും ട്രെയിലറെ കുറിച്ച് സംസാരിക്കുമ്പോൾ തുടക്കം വരെ ഫാമിലി കാണിക്കുകയാണ്. എന്തായാലും വിജയുടെ അച്ഛനെ ശരത് കുമാറാണ്, മറ്റൊരു ഭാനുപ്രിയ. അവരിലൊരു വിജയ്ക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്. താഴെയുള്ള മകനാണ് വിജയ്. അപ്പൊ എന്തായാലും അവര് താഴെയുള്ള മകനാണ്. അപ്പോൾ ആള് ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാണ്ടും അല്ലെങ്കിൽ ഒരു അടിച്ചുപൊളി ലൈഫായിട്ട് നടക്കുന്നു. പ്രത്യേക ഒരു സാഹചര്യത്തിൽ ആൾ ബിസിനസ് ഏറ്റെടുക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ പിന്നെ കാണിക്കുന്നത് ഒരു ഫാമിലിയൊക്കെ കാണിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആള് വിജയ് കാണിക്കുന്നു. പിന്നീട് ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. പ്രകാശ് രാജ് ആയിരിക്കും ഒരു പക്ഷെ വില്ലനായിട്ട് വരുന്നുണ്ടാവുക. പിന്നെ അതിങ്ങനെ ഒരു കണ്ടിന്യൂട്ടി പോകുമ്പോൾ പിന്നെ പ്രണയം കാണിക്കുന്നു. പ്രണയമൊക്കെ കാണിച്ചത് പിന്നെ കാണിക്കുന്ന ട്രെയിലർ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇമോഷണൽസ് രംഗങ്ങളാണ് കാണിക്കുന്നത്, ഫാമിലിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷമാണ് വിജയുടെ ഒരു യു സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിത്രം വരുന്നത്. ഒരു തെരിയൻ ചിത്രത്തിന് ശേഷം വിജയുടെ ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ചിത്രത്തിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പക്ക ഒരു ഫാമിലി ചിത്രം തന്നെയായിരിക്കും. എന്തായാലും ക്ലീൻ ഒരു ഫാമിലി കുടുംബ ചിത്രം തന്നെയായിരിക്കും എന്തായാലും പൊങ്കലിന് വരാൻ വേണ്ടി വരിക്കുന്നത്. കാരണം എന്തായാലും തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ പ്രേക്ഷകരെ കൂടുതലായി കണ്ടു ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫാമിലി ചിത്രം തന്നെ ആയിരിക്കാം. അത് ട്രെയിലർ എന്തായാലും വ്യക്തമാണ്. 2.5 മിനിറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും വരിസിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റ് ആണ്. അതായത് 3 മണിക്കൂർ 10 മിനിറ്റേ കുറവുള്ളൂ. അപ്പൊ എന്തായാലും അതിൽ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ചിത്രം കണ്ടാലേ പറയാൻ സാധിക്കുള്ളൂ. എനിക്ക് ട്രെയിലർ സീരിയൽ മേക്കിംഗ് ആണ് തോന്നി. പക്ഷെ എന്തായാലും കൂടുതൽ ഹോപ്പ് അല്ലെങ്കിൽ ഫാൻസിനെ പോലും കൂടുതൽ ഹോപ്പ് പ്രതീക്ഷിക്കേണ്ട രീതിയിലായിരിക്കും ചിത്രം തന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഇതിൽ അമിത പ്രതീക്ഷ വെക്കാതെ തന്നെ വരിസിന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു പക്ഷേ എന്താ പറയാ, ഒരു മികച്ച എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ചിത്രത്തിൽ ലഭിക്കുന്നുണ്ടാവുക. എന്തായാലും അത്യാവശ്യം കണ്ടിരിക്കുന്ന നല്ല ക്വാളിറ്റി എന്തായാലും ഫ്രെയിംസ് ഒക്കെ എന്തായാലും ട്രെയിലർ തന്നെ എനിക്ക് ഇഷ്ടമായി, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ സീരിയൽ മേക്കിംഗ് പോലെ തോന്നിയുള്ളൂ.
ഒരു പക്ഷെ അങ്ങനെ പ്രതീക്ഷ വെക്കാതിരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം എന്തായാലും ഇതിന്റെ ട്രെയിലറൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും വലിയൊരു ചിത്രം വലിയൊരു വിജയം തന്നെ ആയിരിക്കാം എന്തായാലും വരിസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു വിധത്തിൽ അത് എന്തായാലും നന്നായി തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഒരു പ്രതീക്ഷയില്ല. സാധാരണ വിജയപ്പെടുത്തതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല വരാറ് ഇപ്പൊ എങ്ങനെ മാസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ ആക്ഷൻ എന്തായാലും ഒരു കുറവുണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം കോസ്റ്റ്യൂം ചേഞ്ചിലൊക്കെ അത്യാവശ്യം ഫൈറ്റ് ഒക്കെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഗംഭീരം തന്നെ ആയിരിക്കാം. ഇപ്പൊ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഫാമിലി കണ്ടിട്ട് തന്നെ ആയിരിക്കും ഇമോഷൻസ് അത്യാവശ്യം തന്നെ ചിത്രത്തിൽ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ട്രെയിലറൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു ഫാമിലി ജ്യേഷ്ഠന്മാർ വീട് വിട്ട് ഇറങ്ങുമെന്ന് കാണിക്കുന്നുണ്ട്. എന്നാലും അതൊരു ചിത്രത്തിന്റെ നല്ല ഇമ്പോർട്ടന്റ് ഭാഗം തന്നെ ആയിരിക്കാം. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ചിത്രത്തിൽ ഉണ്ടാവുക, ഒരു വേറെ വെറൈറ്റി ആയിരിക്കും. പക്ഷെ അവർ ഇതിനു വേണ്ടി ഒരു തട്ടിക്കൂടെടുത്തുള്ള ട്രെയിലർ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷെ പ്രേക്ഷകർക്ക് കൂടുതലായി തിയേറ്ററിൽ എന്തായാലും പ്രതീക്ഷിക്കാതെ ഒരു വിരുന്ന് കിട്ടുന്ന പോലെ ആയിരിക്കാം ചിലപ്പോൾ വരിസ് എന്ന് പറഞ്ഞ ചിത്രം. ആ വരിസിന്റെ ഡേറ്റ് ഏകദേശം ജനുവരി 12 ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. 12 ഏകദേശം ഒരു 98% 12 എന്തായാലും ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് ഒക്കെ ഉടൻ തന്നെ വരും. പൊങ്കലിന് എന്തായാലും ചിത്രം കൺഫേം ആണ്. അവർക്ക് എന്തായാലും വരിസിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യാം. അപ്പൊ എന്തായാലും വരിസന്റെ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു തികച്ചും വ്യക്തിപരമാണ്. ഒരു നടനെയോ അല്ലെങ്കിൽ അവരുടെ ഫാൻസുകാരെ തീർച്ചയായിട്ടും അപമാനിക്കുന്ന കാരണം വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ്ട് ഈ ട്രെയിലർ നിങ്ങൾ വ്യക്തമാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വരിസ് എന്ന് പറയുന്ന ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. വരിസിന്റെ റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ നിന്നായിരിക്കും സപ്പോർട്ട് വേണം എന്തായാലും. അപ്പൊ എന്തായാലും നല്ലൊരു വിജയമാവട്ടെ. ഈ പൊങ്കൽ വിജയമാണോ അജിത്താണോ കൊണ്ടുപോകുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. തുനിമും വരിസുമാണ് എന്തായാലും തുനിമ ജനുവരി 11 വരിസ് 12 ചിത്രം വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഡേ ആര് പടത്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ പറയാൻ പഠിക്കണ്ട. അപ്പൊ എന്തായാലും ഇന്നത്തെ പോലെ തന്നെ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല നല്ല ന്യൂസിന്റെ റിവ്യൂസും ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും സപ്പോർട്ട് വേണം. അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി ദിവസം നേരുന്നു. ഓക്കെ, ബൈ.